അജശുനക ന്യായം എന്ന് ചുരുക്കത്തിൽ ആടിനെ പട്ടിയാക്കുന്ന ന്യായം. പറഞ്ഞ ന്യായം എന്നുള്ള അതങ്ങനെ മനസ്സിലാക്കണം. അതിനകത്ത് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണെന്നുള്ളതല്ല. അങ്ങനെ ആടിനെ പട്ടിയാക്കും പോലെ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയേ വേണ്ടൂ. അതും പ്രസിദ്ധമായ കഥയാണ്. അധികം കേട്ടിട്ടുണ്ടാകും. പഞ്ചതന്ത്രത്തിനും കഥ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു ആടിനെ കൊണ്ട് പോവാൻ, അയാൾ ബ്രാഹ്മണനാണെന്നൊക്കെ കഥയിലുണ്ട്, ശുദ്ധഗതിക്കാരനാണ്. അപ്പോൾ ഇയാളുടെ ആടിനെ എങ്ങനെയെങ്കിലും തട്ടിപ്പറിക്കണം, തങ്ങളുടേതാക്കണം, അതിൻ്റെ മാംസവും കണങ്ങൾക്ക് ഭക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ, കുടിലബുദ്ധികളായ ആളുകൾ അതിന് പദ്ധതി ഉണ്ടാക്കിയിട്ട് ഇയാൾ പോകുന്ന വഴിയുടെ പല ഭാഗങ്ങളിൽ നിൽക്കുകയാണ്. ഒരാൾ ആദ്യം കാണുന്നയാൾ ബ്രാഹ്മണനോട് ചോദിച്ചു, എന്താണ് ഒരു പട്ടിനെയും കൊണ്ട് നടക്കുന്നതിന്? അപ്പോൾ അയാൾ ആ പഴമ്പരൊന്നും ഇപ്പം പട്ടി ആടിനെ കൊണ്ട് അറിയില്ല ഇയാൾക്ക്. ഇത് പട്ടിയല്ലല്ലോ ആടല്ലേ പറഞ്ഞു. അയാളൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വഴി പിന്നിട്ടപ്പോൾ വേറൊരാളും ഇതേപോലെ ചോദിച്ചു, ഇതെന്താണ് ഒരു രാവിലെ പട്ടിയെ കൊണ്ട് നടക്കുന്നതിന്? അപ്പോൾ അയാൾക്ക് ആശയക്കുഴപ്പമായി. കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചുരുക്കത്തിൽ 5-8 ആളിങ്ങനെ പല നിൽക്കുന്ന പല പ്രാവശ്യമായിട്ട് ഒരേ സംഗതി ചോദിച്ചു കഴിയുമ്പോൾ തനിക്കാണോ തെറ്റുപറ്റിയെന്ന് തോന്നുമല്ലോ. ഇങ്ങനെ അരഭ്രാന്തനെ തകഭ്രാന്തനാക്കാന്ന് പറയും. അതുപോലെ ആൾക്കാർ പറഞ്ഞ് ഇതൊക്കെ കൂടിയിട്ട് ഇത് പട്ടിയാണോ ആടാണോ എന്നൊക്കെ അയാൾ ബുദ്ധിഭ്രമം ബാധിക്കുകയാണ്. കാരണം പൊതുജനക്ക് അങ്ങനെയുള്ളത്. ഒരുപാട് ആൾക്കാർ സംഗതി പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. അങ്ങനെ ഇയാളെന്താ ഇത് പട്ടിയായിരിക്കാൻ വെച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചു പോകാൻ ഒരു കഥ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇയാൾ പട്ടിയല്ല ആടിനെ ഉപേക്ഷിച്ചു, പട്ടിയാണെന്ന് ധരിച്ചിട്ട്. അപ്പോൾ അയാൾ ഉപേക്ഷിച്ചപ്പോൾ മറ്റുള്ളവർ അതിനെ പിടിച്ച് കശാപ്പ് ചെയ്യുകയും ചെയ്തു. ഇതാണ് കഥ. അപ്പോൾ അതുപോലെ എന്ന് പറയാനാണ് അജശുനക ന്യായം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ന്യായമാണോ ഇല്ല എന്നുള്ള വിഷയമല്ല, അതുപോലെ എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണ കഥയായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആളുള്ള സംഘം ചേർന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള കാര്യത്തിന് വളരെ ചെറിയൊരു വാക്കുകൊണ്ട് പറയാൻ വേണ്ടിയാണ് അജശുനക ന്യായം പോലെ എന്ന് പറയാം. അപ്പോൾ ഈ കഥ ഇതിൻ്റെ താല്പര്യം അറിയുന്നവർ, കേട്ട് ശീലിച്ചിട്ടുള്ളവർക്ക് വളരെ മനസ്സിലാവും. ഇങ്ങനെ കുറേ വിസ്തരിക്കേണ്ട സംഗതികളെ വളരെ ചുരുക്കി പ്രതിപാദിക്കാൻ ഈ ന്യായത്തിൻ്റെ ഉദാഹരണം കൊണ്ട് സാധിക്കും. ഇന്ന് ന്യായം പോലെ എന്ന പ്രഭാഷണമൊക്കെ പറയുന്ന കേട്ടാൽ അതറിയുന്നവർക്ക് വേഗം മനസ്സിലാവില്ല. അപ്പോൾ അത് വിസ്തരിക്കേണ്ടതില്ല. ഇതാണ് അജശുനക ന്യായം. ഇങ്ങനെ 1-2 ആയിട്ട് സൗകര്യപ്പെടുന്ന ദിവസങ്ങളിലൊക്കെ എഴുതാം. അതിനെപ്പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടതെന്നോ അല്ലെങ്കിൽ ഇതേ പേരിൽ വേറെ ന്യായങ്ങളുണ്ടെങ്കിലോ, ചിലതങ്ങനെയുണ്ട് ഒരേ ആശയത്തെ കുറിക്കുന്ന ന്യായങ്ങൾ 1, 2, 4 ഒക്കെ ഉണ്ടായി വരാം. അവരൊക്കെ വീണ്ടും പിന്നീട് പറയാം. നമസ്കാരം.